വണ്ടി ഓടിച്ചാൽ ഇങ്ങനെയല്ലേ വരൂ. എനിക്കൊരു കാര്യം മനസ്സിലാവുന്നില്ല, ഇവരെന്തിനാ ഈ അഡ്വഞ്ചറൊക്കെ ചെയ്യുന്നത്? പിന്നല്ലാതെ അവർക്ക് പറഞ്ഞ പണി ചെയ്താൽ പോരെ? നന്നായി പഠിക്കുക, കല്യാണം കഴിക്കുക. പിന്നെ ഡ്രൈവിംഗ് ഒക്കെ ആണുങ്ങൾക്ക് വിടെ. ഗുഡ് ആഫ്റ്റർനൂൺ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഞാൻ നിങ്ങളുടെ വിമാനത്തിന്റെ ക്യാപ്റ്റൻ ആകൃതി ഫ്ലൈറ്റ് ഡെസ്കിൽ നിന്ന് സംസാരിക്കുന്നു. നമ്മൾ അല്പസമയത്തിനകം തന്നെ ഡൽഹി ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇറങ്ങും. ദയവായി സീറ്റ് ബെൽറ്റ് ധരിക്കുക. നന്ദി. നോക്കൂ, എന്റെ മോളാ ആകൃതി. മകളെ ചിറകു വിരിക്കാൻ അനുവദിക്കൂ, അവളെ പറക്കാൻ അനുവദിക്കൂ. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ വനിതാ ബാലവികസന മന്ത്രാലയം മുഖേന പൊതുജന താൽപര്യാർത്ഥം. നമസ്കാരം. സുദിനത്തിലേക്ക് വീണ്ടും സ്വാഗതം. കൈകൾ കൊണ്ട് രൂപങ്ങൾ വരയ്ക്കുക എന്ന് പറയുന്നത് വളരെ അത്ഭുതമായ ഒരു കാര്യമാണ്. നമുക്ക് ചിത്രകലാകാരന്മാർ എപ്പോഴും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതോടൊപ്പം വരയിലൂടെ ചിരിപ്പിക്കാൻ കൂടി കഴിയുന്നത് അതിലേറെ വലിയൊരു കാര്യമാണ്. ചിരിപ്പിക്കുന്നതിനോടൊപ്പം ചിന്തിപ്പിക്കുകയും ചെയ്യുന്നു. ചിന്തിപ്പിക്കുക വരയിലൂടെ പുതിയ രൂപങ്ങൾ സൃഷ്ടിച്ച് നമ്മുടെ മുന്നിൽ എത്തിക്കുക ചെയ്യുന്നത്. മലയാളത്തില് പത്രപ്രവർത്തനത്തിൽ പത്രമാധ്യമങ്ങളിൽ വരുന്ന കാർട്ടൂണുകൾ എന്നും നമ്മളെ മലയാളികൾക്ക് രാവിലെ ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു കാർട്ടൂണിസ്റ്റ് ആണ് ഇന്ന് നമുക്ക് സുദിനത്തിൽ അതിഥിയായെത്തിയിട്ടുള്ളത്. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ, ഒരുപാട് പുരസ്കാരങ്ങൾക്ക് അർഹനായ, കേരള ലളിതകലാ അക്കാദമിയുടെ അവാർഡ് ഉൾപ്പെടെ ഉള്ള നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ, കഴിഞ്ഞ 15 വർഷമായി കാർട്ടൂൺ രംഗത്ത് വളരെ ശക്തമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന, ഒരുപാട് ചിരിപ്പിക്കുന്ന, ഒരുപാട് ചിന്തിപ്പിക്കുന്ന നിരവധി കാർട്ടൂണുകൾ മലയാളികൾക്ക് സമ്മാനിച്ച TK സുജിത് എന്ന കാർട്ടൂണിസ്റ്റാണ് നമുക്ക് നമ്മുടെ അതിഥിയായി കിട്ടിയിരിക്കുന്നത്. നമസ്കാരം, സുദിനത്തിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് വരയിൽ നിന്ന് തന്നെ തുടങ്ങാം. എങ്ങനെയാണ് ഈ കാർട്ടൂൺ മേഖലയിലേക്ക്, അല്ലെങ്കിൽ വരയ്ക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് കാർട്ടൂൺ മേഖലയിലേക്ക് കടന്നു വന്നത് എങ്ങനെയാണ്? അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്തായിരുന്നു? സാധാരണ എല്ലാ കുട്ടികളും ചിത്രകാരന്മാരാണല്ലോ. എല്ലാ കുട്ടികളെ പോലെ നന്നായിട്ട് വരയ്ക്കാനായിട്ട് ആർക്കും പറ്റും. അപ്പോൾ അതുപോലെ അങ്ങനെ എല്ലാ കുട്ടികളെ പോലെയും ഞാനും വരച്ചിരുന്നു ചെറുപ്പത്തിൽ. പക്ഷെ അത് കാർട്ടൂണാണ് വരയ്ക്കുക, അങ്ങനെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സെഗ്മെന്റ് ഒന്നും തിരിച്ചിട്ടല്ല വരയ്ക്കുന്നത്. കുട്ടികൾ വരയ്ക്കുന്ന ചിത്രങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. കുട്ടികളെ പോലെ വരയ്ക്കാനായിട്ട് ആർക്കും പറ്റില്ല. പക്ഷെ തുടക്കത്തിലൊക്കെ കളേഴ്സ്, നമ്മൾ അച്ഛനമ്മമാർ കുട്ടികൾക്ക് കളറുകളാണ് വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കളർ വെച്ചിട്ടുള്ള ചിത്രങ്ങളാണ് ഞാൻ തുടക്കത്തിൽ വരച്ചത്. പക്ഷെ എപ്പോഴോ അത് കളർ ഇല്ലാതെ വെറും ലൈൻസ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലൈൻസ് ഉള്ള ചിത്രങ്ങളായി മാറി. അത് എനിക്ക് തോന്നുന്നു ആ കാലത്ത് അത് ഒരു ഏതാണ്ട് ഹൈസ്കൂൾ കാലത്തൊക്കെയാണ്. ബോബനും മോളിയും ഒക്കെ, ടോംസിന്റെ ബോബനും മോളിയുടെ ഒക്കെ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അത് ഇന്ത്യൻ ഇങ്കിൽ കറുപ്പും വെളുപ്പുമുള്ള, വെളുത്ത പ്രതലത്തിൽ കറുത്ത വരകൾ കൊണ്ടുള്ള. അപ്പൊ പിന്നീട് ഞാൻ ഇങ്ങനെ ശ്രമിക്കാൻ തുടങ്ങി, ഈ ഇന്ത്യൻ ഇങ്കൊക്കെ ഉപയോഗിച്ച്. അത് വരയ്ക്കുന്ന ചിത്രങ്ങൾ കാർട്ടൂൺ ആണ് എന്ന് അറിഞ്ഞുകൊണ്ടൊന്നുമില്ല. പക്ഷെ എപ്പോഴും എനിക്ക് കളർ ഉപയോഗിക്കുന്നതിനേക്കാൾ കംഫർട്ടബിൾ ആയിട്ട് രേഖാചിത്രങ്ങൾ ഉപയോഗിക്കുന്നതാണ് എളുപ്പം എന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. മാത്രമല്ല വരയ്ക്കുന്നതിലൊക്കെ ഒരു കോമിക് ടച്ച് ഉണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെയാണ് കാർട്ടൂണിലേക്ക് വന്നത്. പക്ഷെ അപ്പോഴൊന്നും സീരിയസ് ആയിട്ട് ഒരു കാർട്ടൂണിസ്റ്റായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കോളേജ് കാലത്തൊക്കെ പിന്നെ അവിടെ സംഘടനാ പ്രവർത്തനത്തിലും അല്ലെങ്കിൽ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രവർത്തനത്തിലൊക്കെ സജീവമായ സമയത്ത് ഒരുപാട് പോസ്റ്റേഴ്സ് ചെയ്യേണ്ടതായിട്ട് വന്നു. അന്ന് യൂണിവേഴ്സിറ്റിയുടെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റി ടോക്ക് എയ്ഡ്സ് എന്ന് പറഞ്ഞ UTA എന്ന് പറഞ്ഞ. അതിൽ എയ്ഡ്സിനെതിരെ ഒരുപാട് പോസ്റ്റേഴ്സ്, എല്ലാ പോസ്റ്റേഴ്സും കളറിൽ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടായതുകൊണ്ട് കുറെ കാർട്ടൂണുകൾ, എയ്ഡ്സ് ബോധവൽക്കരണ കാർട്ടൂണുകൾ, ഞാൻ വടക്കാഞ്ചേരി വ്യാസ കോളേജിലാണ് കെമിസ്ട്രി പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ഇത് കൊണ്ടുവന്നു. മാത്രമല്ല അന്ന് പത്രങ്ങളിൽ ക്യാമ്പസ് കോളം ഉണ്ട്, മുൻനിര പത്രങ്ങളിലെല്ലാം തന്നെ ക്യാമ്പസ് കോളത്തിൽ, അതിലൊക്കെ ക്യാമ്പസ് കാർട്ടൂണുകൾ നമ്മുടെ കോളേജിൽ തന്നെ നടക്കുന്ന കാര്യങ്ങൾ വരയ്ക്കാൻ തുടങ്ങി. അപ്പോൾ കോളേജ് ലെവലിൽ ഒരു കാർട്ടൂണിസ്റ്റ് എന്ന ഒരു പേര് അങ്ങനെ ആ രീതിയിൽ മാത്രം. പിന്നീട് യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിൽ കാർട്ടൂണിൽ പങ്കെടുക്കാൻ തുടങ്ങി. പിന്നെ അതിൽ സ്ഥിരമായിട്ട് സമ്മാനങ്ങൾ കിട്ടാൻ തുടങ്ങിയ സമയത്ത് അപ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഡെവലപ്പ് ചെയ്യുന്നത്, ഒരു കാർട്ടൂണിസ്റ്റായിട്ട് ജോലി ചെയ്യാമെന്നൊക്കെ. പക്ഷേ ചാലഞ്ച് എന്താണെങ്കിൽ കേരളത്തിൽ 5-6 ആളുകൾ മാത്രമാണ് ഇങ്ങനെ ആ രീതിയിലേക്ക് എത്തിപ്പെടാൻ പറ്റുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. തീർച്ചയായിട്ടും അത് രീതിയിൽ എത്തിപ്പെടുകയും അവിടെ ഒരുപാട് പുരസ്കാരങ്ങൾ വാരിക്കൂട്ടുകയും അതുപോലെ തന്നെ പുരസ്കാരങ്ങൾക്ക് അപ്പുറത്തേക്കും ആ മനസ്സിലേക്ക് ഇടം പിടിക്കുകയും ചെയ്തു എന്നുള്ളത് തന്നെയാണ്. എപ്പോഴും ഈ കാർട്ടൂൺ എന്ന് പറയുമ്പോൾ നമുക്ക് വരയ്ക്കപ്പുറം ഒരു ചിന്ത വേണം, അതിനകത്ത് ഒരു ചിരിപ്പിക്കാൻ കഴിയുമോ, ഇതിപ്പോ എന്റെ വരയ്ക്ക് ചിരിപ്പിക്കാൻ കഴിയുന്നുണ്ടോ, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടോ? ഞാൻ ഈ വരയ്ക്കുന്ന ഐഡിയ ആളുകളെ ചിരിപ്പിക്കാൻ കഴിയുന്നതാണോ എന്നൊക്കെ.
അത് കാർട്ടൂണിസ്റ്റുകൾ ഇപ്പോൾ കാർട്ടൂണിലെ ചിരി എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് കയ്പുള്ള ഗുളികകൾ കൊടുക്കുന്ന സമയത്ത് കുറച്ച് പഞ്ചസാര കൊടുക്കാറുണ്ടല്ലോ ഗുളിക, അതുപോലെയാണ് കാർട്ടൂണിലെ ചിരി. നമ്മൾ പറയേണ്ടത് ഒരിക്കലും ചിരിക്കാനുള്ള കാര്യങ്ങളായിരിക്കില്ല നമുക്ക് പറയാനുള്ളത്. നമുക്ക് ഇപ്പോൾ സാധാരണക്കാരനായിട്ടുള്ള ആളുകൾ ഈ നാട്ടിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്, വലിയ സന്തോഷമുള്ള ഒരു കാലത്തൊന്നുമല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ പറയാനുള്ളത് മുഴുവൻ നമ്മുടെ വേദനയുടെയും നമ്മുടെ സഹനത്തിൻ്റെയും നമുക്ക് നേരിടേണ്ടി വരുന്ന പീഡനങ്ങളുടെയും അടിച്ചമർത്തലുകളുടെയൊക്കെ കഥയാണ് നമുക്ക് കാർട്ടൂണിലൂടെ പറയാനുള്ളത്. പറയാനുള്ള സങ്കടമുള്ള കാര്യമാണ്. ഈ സങ്കടമുള്ള കാര്യം പിന്നെ വളരെ എളുപ്പത്തിൽ ആളുകളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു തട്ടിപ്പ് മാത്രമാണ് കാർട്ടൂണിലെ ചിരി. അതിലപ്പുറത്ത് കാർട്ടൂൺ വെറും ചിരി മാത്രമാണെങ്കിൽ കാർട്ടൂൺ ഒരു എന്റർടൈനർ ആയി മാറും. വെറും എന്റർടൈനർ അല്ല കാർട്ടൂൺ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ കാർട്ടൂൺ വരച്ചിട്ട് മുന്നേ വരച്ചതാവാം, അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വരച്ചതിൽ ഇഷ്ടപ്പെട്ടതാവാം, അല്ലെങ്കിൽ പെട്ടെന്ന് ഇപ്പോൾ തോന്നുന്നതാവാം ഒരെണ്ണം ചെറുത്. ഇപ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ദേശീയ അവാർഡ് കിട്ടിയ കാർട്ടൂൺ ആദ്യം വരയ്ക്കാം. ദേശീയ അവാർഡ് കിട്ടിയ കാർട്ടൂണിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള വരയുണ്ടായിരുന്നത്. അത് എന്തിനു പറ്റിയിട്ടായിരുന്നു? ഇത് നമ്മൾ ഹിംസ മിസൈലും ഇതിനാണ് നാഷണൽ അവാർഡ് നമുക്ക് ലഭിച്ചതല്ലേ? കാർട്ടൂൺ തീർന്നില്ല. ഏത് വർഷമായിരുന്നു? കഴിഞ്ഞ വർഷത്തെ. അഹിംസയുമായിട്ടുള്ള ഹിംസയുടെ ഒരു വ്യത്യാസമാണ് ഈ കാർട്ടൂണിലെ. മഹാത്മാഗാന്ധിജിയുടെ രണ്ടും സിമിലർ ആണ്. ഹിംസയും അഹിംസയും തമ്മിലുള്ള ആ ചേഞ്ച്, ആ വ്യത്യാസം എന്താണെന്ന് കാണിക്കുന്ന ഈ കാർട്ടൂണാണ്. വളരെ സിമ്പിൾ ആണ്, പക്ഷെ അത് അതിന്റെ ആശയം വളരെ 4 വരകൾക്കുള്ളിൽ ഇത്രയും വലിയ ആശയങ്ങൾ ഒളിപ്പിക്കാൻ പറ്റുന്നത് തന്നെയാണ് ശരിക്കും കാർട്ടൂണിന്റെ ഒരു വലിയ വിജയം എന്ന് പറയാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും വരയ്ക്കലേ ഉള്ളൂ, പക്ഷെ അത് എന്തുമാത്രം ചിന്തയെ ഉണർത്തും എന്നുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും നേരത്തെ സുജിതയോട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യം, ഇതിനൊരു ചലഞ്ചുണ്ട്. കാർട്ടൂൺ ഇപ്പം ഞാൻ കലാലയത്തിൽ നിന്നാണ് കാർട്ടൂൺ മേഖലയിലേക്ക് വരുന്നത്. ഇതിനൊരു ചലഞ്ചുണ്ട്. എപ്പോഴും നമ്മൾ പത്രത്തിലൊക്കെയാണ് വരയ്ക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പേസിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഒരു ആശയത്തെ ഒരു ചെറിയ സ്പേസിലേക്ക് ഒതുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്തൊക്കെയാണ് ശരിക്കും കാർട്ടൂൺ രചനയിലേക്ക് അല്ലെങ്കിൽ കാർട്ടൂൺ വരയ്ക്കുന്നതിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യകാലത്ത് നേരിട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? കാർട്ടൂൺ ഇപ്പോൾ സാധാരണ ഒരു വലിയ ഇപ്പോൾ രവിവർമ്മ പോലെയോ അല്ലെങ്കിൽ വലിയൊരു ചിത്രകാരൻ വരയ്ക്കുന്ന രീതിയിലല്ല കാർട്ടൂണിന്റെ ഡ്രോയിങ് രീതി എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. ഏറ്റവും കുറഞ്ഞ വരകളും ഏറ്റവും കുറഞ്ഞ വാക്കുകളും ഉപയോഗിച്ച് ഒരു ആശയം എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ സത്യത്തിൽ ഒരേ സമയത്ത് ഡ്രോയിങ്ങിന്റെ ഭാഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഡ്രോയിങ്ങിന്റെ ഭാഷ എല്ലാവർക്കും മനസ്സിലാവും. നമ്മൾ മലയാളത്തിൽ സംസാരിക്കുന്നു, മലയാളം മനസ്സിലാവുന്ന ആളുകൾക്ക് മാത്രമേ നമ്മൾ എന്ത് സംസാരിക്കുന്നു എന്നുള്ളത് അറിയുള്ളൂ. പക്ഷെ ചിത്രങ്ങളുടെ ഭാഷ യൂണിവേഴ്സലാണ്. ചിത്രം കാണുന്ന എല്ലാ ആളുകൾക്കും അത് മനസ്സിലാവും. അതുകൊണ്ട് നമ്മൾ ആദ്യം എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വരയ്ക്കാനാണ് മനുഷ്യൻ പഠിച്ചത്. അതുകൊണ്ടാണ് സാധിക്കുന്നത്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞ വരകളിൽ നമ്മളൊരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അത് എല്ലാവർക്കും മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഏത് വരകളാണ് ഏത് വാക്കുകളാണ് അതിന് ഉപയോഗിക്കേണ്ടതെന്നതിനെ പറ്റി നമുക്കൊരു ധാരണ വേണം. വളരെ ദുർഗ്രഹമായിട്ട് കാർട്ടൂൺ വരയ്ക്കുന്നത് കൊണ്ട് മനസ്സിലാവില്ല. ഇപ്പോൾ ലക്ഷ്മൺ, വളരെ പ്രശസ്ത കാർട്ടൂണിസ്റ്റ് ആയിട്ടുള്ള ആർ.കെ. ലക്ഷ്മണന്റെ ആത്മകഥയിൽ പുള്ളി പറയുന്ന ഒരു കാര്യം, സന്ദർഭോചിതമായിട്ട് കടന്നു വരുന്ന ഓർമ്മകളാണ് ഒരു കാർട്ടൂണിസ്റ്റിന്റെ വിജയം എന്ന് പറയുന്നു. കാരണം നമ്മുടെ നാട്ടിൽ നടക്കുന്നതും നമ്മുടെ നാട്ടിൽ നടന്നതും ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളെ പറ്റിയിട്ടും വായനക്കാരന്റെ മനസ്സിൽ ഒരു ഫയൽ ഉണ്ടായിരിക്കും. ഓർമ്മകളുടെ ഒരു ആൽബം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ഈ ഓർമ്മ അത് പഴഞ്ചൊല്ലാവാം, കവിതകളാവാം, നമ്മൾ കണ്ട സിനിമകളാവാം, പരസ്യവാചകങ്ങളാവാം, പാട്ടുകളാവാം. ഇതിലേക്ക് റിലേറ്റ് ചെയ്യുന്ന ഒരു ഇമേജ്. അപ്പോൾ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇതുമായിട്ട് വായനക്കാരന്റെ മനസ്സിൽ ഉണ്ടാകുമെന്ന് ഉറപ്പുള്ള ഒരു സംഭവമായിട്ട് റിലേറ്റ് ചെയ്യാണ് കാർട്ടൂണിസ്റ്റ് ചെയ്യുന്നത്. കമ്മ്യൂണിക്കേഷന്റെ ഒരു എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ് നമുക്ക്. അല്ലാതെ ഇപ്പോൾ നമ്മുടെ കാർട്ടൂണിസ്റ്റുകളുടെ കുലപതിയായിട്ടുള്ള ശങ്കർ പറഞ്ഞൊരു കമന്റ് ഉണ്ട്. അതെന്താണെങ്കിൽ ഒരു കാർട്ടൂൺ പത്രത്തിൽ അച്ചടിച്ചു വന്നിട്ട് അത് എന്താണെന്ന് മനസ്സിലാവാത്ത ഏതോ ഷേക്സ്പിയർ കൃതിയുടെ ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നു. അപ്പോൾ വായനക്കാരൻ നേരെ ടാക്സി പിടിച്ച് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ പോയിട്ട് അവിടെ ലൈബ്രറി തുറന്നിട്ടുണ്ടാവില്ല രാവിലെ. അപ്പോൾ ലൈബ്രറിയും വരുന്നത് കാത്തു നിന്ന് പിന്നെ അയാൾ വന്ന് പിന്നെ ലൈബ്രറി തുറന്ന് ഷേക്സ്പിയർ കൃതികൾ എവിടെ ഇരിക്കുന്നതെന്ന് പോയി നോക്കി, എന്നിട്ട് അതിൽ നിന്ന് ഷേക്സ്പിയറിൻ്റെ ഈ പ്രസക്ത ഇത് ഏതാണ് പരാമർശിച്ച നാടകം എന്നുള്ളത് എടുത്തു നോക്കി
അതിൽ മാർക്ക് ആന്റണി ബ്രൂട്ടസിനോട് എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാക്കി, അത് വായിച്ച് മനസ്സിലാക്കി തിരിച്ച് അതേ ടാക്സി വെയിറ്റ് ചെയ്യണം അവിടെ, അതേ ടാക്സിയിൽ വന്ന് പിന്നെ തിരിച്ച് കാർട്ടൂണുമായിട്ട് ഇതാണ് കാർട്ടൂണിസ്റ്റ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കേണ്ട ഒരവസ്ഥ വരരുത് എന്ന് കാർട്ടൂണിസ്റ്റുകളുടെ കുലപതി പറഞ്ഞിട്ടാണ്. അപ്പൊ അത് തന്നെയാണ്, കാർട്ടൂൺ കണ്ടാൽ പെട്ടെന്ന് തന്നെ വായനക്കാരന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പൊ ഈ പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. അതെ, ഇതിപ്പോ പറഞ്ഞതിന്റെ ബാക്കിയായിരിക്കും. അപ്പൊ ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ കാർട്ടൂണിസ്റ്റുകൾ? ഇപ്പം എനിക്ക് അദ്ദേഹത്തെ പോലെ എന്ന് വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ഒരു ഗുരുവായിട്ട് കണക്കാക്കുന്നത്? എല്ലാ കാർട്ടൂണിസ്റ്റുകളിൽ നിന്നും നമുക്ക് പഠിക്കാനുണ്ട്. ഇപ്പോൾ മൺമറഞ്ഞു പോയതും നമ്മുടെ ഇപ്പോൾ സജീവമായിട്ടിരിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാർട്ടൂണിസ്റ്റുകളിൽ നിന്നും നമുക്ക് അവരുടെ രീതികൾ, അവർ ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്ന രീതി, അവരെങ്ങനെയാണ് അതിനെ പ്രസന്റ് ചെയ്യുന്നത്, അവർ എങ്ങനെയാണ് അതിലെ ക്യാരക്ടേഴ്സിനെ വിന്യസിച്ചിരിക്കുന്ന രീതി. ശരിക്കും ഒരു ഡ്രാമ സംവിധായകൻ അദ്ദേഹത്തിന്റെ ക്യാരക്ടേഴ്സിനെ ഇതിൽ ചെയ്യുന്നത് പോലെയാണ്. നമ്മൾ എന്ത് അന്തരീക്ഷമാണ്, ഏത് പശ്ചാത്തലമാണ് കൊടുക്കേണ്ടത്, ഏതൊക്കെ ക്യാരക്ടേഴ്സ് വേണം, ഏത് ആംഗിൾ വേണം എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്ന ഈ ചെറിയ സ്പേസിൽ നമുക്ക് ഒതുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നോക്കാനായിട്ട് എല്ലാ ആളുകളെ പറ്റിയിട്ട് ഇപ്പോൾ വളരെ വിശദമായിട്ട്, വിദേശത്തൊക്കെ വളരെ വിശദമായിട്ട് പശ്ചാത്തലം വരയ്ക്കുന്ന കാർട്ടൂണിസ്റ്റുകളുണ്ട്. ശങ്കറിന്റെ തന്നെ പ്രശസ്തമായിട്ടുള്ള കാർട്ടൂണിസ്റ്റുകളിൽ ഒരു 100 പേര് വരച്ചു കഴിഞ്ഞാൽ 100 പേരെയും നമുക്ക് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന കാർട്ടൂണുകളുണ്ട്. അപ്പോൾ ഇതല്ലാതെ വളരെ സിമ്പിളായിട്ട് 1-2 ക്യാരക്ടേഴ്സിൽ ഒരു ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് എൻ്റെയൊക്കെ ഒരു രീതി. തീർച്ചയായിട്ടും നമുക്ക് 1-2 ക്യാരക്ടേഴ്സിൽ ആശയം കൈമാറുന്ന രീതി ഒന്നും കൂടെ പ്രേക്ഷകർ നമ്മൾക്ക് സംബന്ധിച്ചിടത്തോളം വരയ്ക്കുന്നത് എപ്പോഴും അത്ഭുതമാണ്. വരയ്ക്കുന്ന ആളുകൾ നമുക്ക് വലിയ സ്നേഹമൊക്കെയാണ്. വരയ്ക്കുന്ന ആളുകളോട് മാത്രമല്ല എല്ലാ ആളുകളോടും സ്നേഹമാണ് എന്നാലും. അങ്ങനെയാണെങ്കിൽ ഈ കാർട്ടൂൺ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അതായത് ഇപ്പോൾ നമുക്കൊരു രൂപം കാണുമ്പോൾ പെട്ടെന്ന് നമ്മളൊരാൾ ഓർമ്മിക്കുന്നു, അല്ലെങ്കിൽ ഇപ്പൊ ഗാന്ധിജി തന്നെ നമ്മളോട് പൂർണ്ണമായും വരച്ചിട്ടില്ല, 1-2 വരകൾ മാത്രമേ. ഇത്തരത്തിൽ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് അത് പറയുന്നത് ഏറ്റവും ഇപ്പോൾ കാർട്ടൂണിസ്റ്റ് രംഗ വളരെ രംഗയുടെ പ്രശസ്തമായിട്ടുള്ള കാണിക്കാം. അതിനു മുമ്പ് കാണിക്കുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഏറ്റവും പോപ്പുലറായ ആളെ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഗാന്ധിജി എന്ന വ്യക്തിത്വം നേരത്തെ ഞാൻ പറഞ്ഞ ലക്ഷ്മണന്റെ ആത്മകഥയിൽ പറയുന്ന ആ കാര്യത്തിനോട് റിലേറ്റ് ചെയ്തിട്ടാണ് ഇതും പറയുന്നത്. കാരണം നമ്മുടെ ജനമനസ്സിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു നേതാവിനെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. ഗാന്ധിജി എന്ന നേതാവ് അത്രത്തോളം പോപ്പുലർ ആയതുകൊണ്ടാണ് നമുക്ക് ഗാന്ധിജിയെ 2 വരകൾ കൊണ്ട് ആക്ച്വലി കാർട്ടൂണിസ്റ്റ് വരയ്ക്കല്ല, ജനത്തിന്റെ മനസ്സിൽ ഇത് ഗാന്ധിജിയാണെന്ന് റിലേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാനൊരു മുൻ മുഖ്യമന്ത്രി വരയ്ക്കുന്നു എന്ന് പറഞ്ഞ് ഞാനൊരു ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഇത് ഏത് മുഖ്യമന്ത്രിയാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വായനക്കാർക്ക് മനസ്സിലാവാനായിട്ട് സാധിക്കും. 1-2 വരകൾ കൊണ്ട് നമുക്ക് അത് ആരാണ് എന്നുള്ളത്. ഇതിനുശേഷം ഈ സമയത്ത് മറ്റൊരു നേതാവിനെ വരയ്ക്കുമ്പോൾ ഇത് ഏതാണ് നേതാവ് എന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ഇമേജ് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ ഞാനൊരു കൊച്ചു കുട്ടിയോടാണ് ഇതേ ഇമേജ് തന്നെ ഞാനിവിടെ ഒരു ക്ലാസ് കുട്ടികളുടെ ഒരു സ്കൂളിൽ ഒരു സമയത്ത് ഇത് ചെന്ന സമയത്ത് കുട്ടികൾ പറഞ്ഞു ഞാൻ എന്താണ് വരയ്ക്കാൻ പോകുന്നത് കുട്ടികളെല്ലാവരും പറഞ്ഞു ഫ്രോഗാണ് അതെന്ന് പറഞ്ഞു. അതും ഇത് തന്നെ കുട്ടി ഫെമിലിയർ ആയിട്ടുള്ള മനസ്സിൽ വരുന്ന ഒരു കാര്യം കുട്ടി പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്താണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. വായനക്കാരുടെ മനസ്സിലാണ് കാർട്ടൂൺ സംഭവിക്കുന്നത് എന്ന് വിശദമാക്കാനായിട്ട് അതേ ഇമേജിന്റെ തന്നെ നിരവധി ഞാൻ ഉദ്ദേശിച്ചത് ഈ നേതാവിനെ വരയ്ക്കാനാണ്. പക്ഷെ കുട്ടി അതിൽ കണ്ടത് എന്താണ്? കുട്ടിയുടെ മനസ്സിൽ വന്ന ഇമേജ് എന്ന് പറയുന്നത് ഇതായിരുന്നു, ഫ്രോഗായിരുന്നു. പക്ഷെ ഇതിൽ തന്നെ 1-2 മാറ്റങ്ങൾ നമുക്ക് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ മുൻ പ്രധാനമന്ത്രിയെ നമുക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. അതേ സമയത്ത് തന്നെ വളരെ സജീവമായിട്ട് നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന അതേ പാർട്ടിയിലെ തന്നെ മറ്റൊരു വനിതാ നേതാവിനെ വരയ്ക്കാനായിട്ട് നമുക്ക് ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയെ നമുക്ക് വരയ്ക്കാനാവും. ഇതിൽ തന്നെ ഇത്രയും അപ്പോൾ ഒരേ ചിത്രത്തിൽ നിന്ന് തന്നെ ഇത്രയും ഇമേജസ് വരുന്നത് ഇത് ആക്ച്വലി കാർട്ടൂണിസ്റ്റിന്റെ മാത്രം കഴിവല്ല. ഈ നേതാക്കളെ പറ്റിയെല്ലാം വായനക്കാരന്റെ മനസ്സിലൊരു ഫയലുണ്ട്. ഈ ഫയലിലേക്ക് 1-2 വരകൾ കൊണ്ട് റിലേറ്റ് ചെയ്യാണ് കാർട്ടൂണിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു
ഒരു ബന്ധമാണ് നമ്മുടെ വായനക്കാരനും മനസ്സും ചിത്രകാരനും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇതിൽ വരുന്നത്. തീർച്ചയായിട്ടും നമ്മളൊക്കെ അത്ഭുതപ്പെട്ടിരിക്കുകയാണ്. ഇത്ര ചിത്രങ്ങൾ ഒരു ചെറിയ വരകളിലൂടെ തന്നെ നിമിഷ നേരം കൊണ്ട് പല മുഖങ്ങളാണ് നമ്മുടെ മുന്നിൽ ഇങ്ങനെ വന്നു പോയത്. ഇത് കണ്ടപ്പോഴാണ് എനിക്ക് മറ്റു കാര്യം ഓർമ്മ വന്നത്. ഇത് ഒരു പുതിയ ഒരു രാഷ്ട്രീയ നേതാവ് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പുതിയ നായകൻ അല്ലെങ്കിൽ മുന്നിലോട്ട് വരുമ്പോഴത്തേക്കും അവരുടെ ഒരു ഐഡന്റിറ്റി നിങ്ങൾ ആളുകളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ വേണ്ടി ചില ബിൽഡിങ്സ് ഉണ്ട്. ഇപ്പൊ മൂക്ക് ഇങ്ങനെ ഇരിക്കണം അല്ലെങ്കിൽ കണ്ണിങ്ങനെ ഇരിക്കണം. അത് ഇതിനൊരു സമയം എടുക്കില്ലേ? അതായത് ആളുകൾക്ക് ഇത് ഇങ്ങനെ അങ്ങനെ ഉണ്ടോ? തീർച്ചയായും, ഉറപ്പായിട്ടും വളരെ നല്ല പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് അത്. കാരണം ഒരു നേതാവ് പോപ്പുലർ ആയാൽ മാത്രമേ നമുക്ക് അദ്ദേഹത്തിനെ ഏറ്റവും സിമ്പിളായിട്ട് റെപ്രസെന്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. പുതിയ നേതാക്കൾ വരുമ്പോൾ എപ്പോഴും കാർട്ടൂണിസ്റ്റിന് ചലഞ്ചാണ്. അപ്പോൾ കൂടുതൽ ലൈൻസ് വേണ്ടി വരും. സാധാരണ നമ്മൾ ചെയ്യുന്നത് കൂടുതൽ ഈ നേതാവ് ആളുകളിലേക്ക് പിന്നെ വളരെ പരിചിതനാവുന്നത് വരെ നമുക്ക് കൂടുതലായിട്ടുള്ള ലൈൻസ് വേണ്ടി വരും. ഇപ്പോൾ ചില നേതാക്കൾ പിന്നെ വരുന്ന സമയത്ത് വളരെ അവരെ പറ്റിയിട്ട് നമുക്ക് ജനത്തിനൊരു ധാരണ ഉണ്ടാവില്ല. പക്ഷെ ആ സമയത്ത് വിഷ്വൽ മീഡിയ ഒക്കെ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആവാറുണ്ട്. കാരണം എന്താണെങ്കിൽ ദൃശ്യങ്ങളിലൂടെ ഇവര് അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിലൂടെ, ഇപ്പൊ തന്നെ ഞാൻ മന്ത്രിമാരുടെ പേരെടുത്ത് പറയുന്നില്ല, പല നേതാക്കളും ആദ്യമായിട്ട് വരുന്ന മന്ത്രിമാരായിരിക്കാം. പക്ഷെ അവർ തന്നെ അവർ ഉൾപ്പെടുന്ന വിവാദങ്ങളിലും അവരുടെ പ്രതികരണങ്ങളിലും ഒക്കെയുള്ള പ്രത്യേകതകളുമുണ്ട്. ഒരു കാർട്ടൂൺ പ്രൊഫൈല് ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ഏത് മന്ത്രിസഭ എടുത്തു കഴിഞ്ഞാലും ഏത് ആളുകൾ ഭരിച്ചു കഴിഞ്ഞാലും ഇത്തരം നേതാക്കളും ഉണ്ടാവും. ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല. അത്തരം നേതാക്കളെ നമുക്ക് വരയ്ക്കാനായിട്ട് അവരുണ്ടാക്കിയ ആ കാർട്ടൂൺ പ്രതിരൂപത്തെ കാരിക്കേച്ചർ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ്. അങ്ങനെ ഉണ്ടാക്കാത്ത നേതാക്കൾ ഒരു കാർട്ടൂണിലും വരാതെ അപ്രസക്തരായി പോവുകയും ചെയ്യും. ഇത് പല മന്ത്രിമാരും തന്നെ ഒരു കാർട്ടൂണിലും വരാത്ത ആളുകളുണ്ട്. ഒ.വി. വിജയന്റെ പ്രശസ്തമായിട്ടുള്ള ഒരു കാർട്ടൂൺ ഉണ്ട്. അതിൽ മൊറാർജി ദേശായി ആണ് ക്യാരക്ടറായിട്ടിരിക്കുന്നത്. മൊറാർജി ദേശായി പറയുന്നത് ഒരു കാർട്ടൂണിൽ കഥാപാത്രമായിട്ട് എത്ര കാലമായി എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ആക്ടിവിറ്റിയുടെ ഒരു കുറവാണ് അവിടെ കാണിക്കുന്നത്. തീർച്ചയായിട്ടും. ഇപ്പൊ ഇത് പറഞ്ഞ കൂട്ട് തന്നെ ഇപ്പൊ പാർവതി ചോദിച്ചതുപോലെ തന്നെ വരയ്ക്കാൻ അല്ലെങ്കിൽ ആളുകളിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സമയമെടുക്കുന്നു. നമുക്ക് ഒരാളെ വരച്ചിട്ട് ഇതാണ് എന്ന് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഇപ്പൊ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാം, കാരണം അവരത്രയും പോപ്പുലറാണ്. അതുപോലെ തന്നെ പുതിയ കാലം വന്നു, വരയിൽ പുതിയ പുതിയ മാറ്റങ്ങൾ വന്നു. വരയ്ക്കപ്പുറത്തേക്ക് ട്രോളുകൾ എന്ന് പറഞ്ഞ് കാർട്ടൂണിസ്റ്റുകളെ മുഴുവൻ പിടിച്ചു കുലുക്കുന്ന പുതിയൊരു സാധനം വന്നു. അപ്പോൾ ഇത്തരത്തിലൊരു ആധുനിക ഡിജിറ്റൽ വരയുടെ കാലത്ത് അല്ലെങ്കിൽ ഡിജിറ്റൽ ട്രോളുകളുടെ കാലത്ത് കാർട്ടൂണിസ്റ്റുകൾ നേരിടുന്ന അല്ലെങ്കിൽ കാർട്ടൂണിന് എത്രമാത്രം പ്രസക്തമാണ് എന്ന് വിചാരിക്കുന്നു? നല്ലതും ചീത്തയായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ ടെക്നോളജിയുടെ പിന്നെ ഒരു കുതിച്ച് കയറ്റം എന്ന് പറയുന്ന കാർട്ടൂണിസ്റ്റിന് ഗുണവും ഉണ്ടാക്കിയിട്ടുണ്ട്, ദോഷവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഗുണം എന്താണെന്ന് ഞാൻ ആദ്യം പറയാം. പണ്ടുകാലത്ത് കാർട്ടൂൺ വരച്ച് പത്രം ഓഫീസിലേക്ക് എത്തിക്കാനായിട്ട് പ്രൊഫഷണൽ കാർട്ടൂണിസ്റ്റുകൾക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഞാനൊക്കെ വരച്ച് ഇപ്പോൾ പുറത്താണ് എന്നുണ്ടെങ്കിൽ വരച്ച് ഒരു ഫാക്സ് മെഷീൻ കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ മെയിൽ ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി പിന്നെ നമുക്ക് നേരിട്ട് വരയ്ക്കാവുന്ന പിന്നെ വലിയ ടാബുകൾ വന്നു. നേരിട്ട് സ്ക്രീനിൽ വരയ്ക്കാവുന്ന ടാബുകളുണ്ട്. നേരിട്ട് നമുക്ക് നമ്മുടെ ഓഫീസ്, നമ്മുടെ ലൊക്കേഷൻ പ്രശ്നമില്ലാതെ നമുക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അതല്ലെങ്കിൽ എൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ മൊബൈൽ ഫോണാണ്. കാരണം ലോകത്ത് എവിടെയായിരുന്നാലും കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വർക്ക് നമ്മുടെ ഓഫീസിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. അത്രയും വളരെ ക്ലാരിറ്റി ഉള്ള സ്കാനർ ആപ്ലിക്കേഷൻസും പിന്നെ അതൊക്കെ ടെക്നോളജിയുടെ ഒരു ഗുണമാണ്. നേരത്തെ പറഞ്ഞ ഈ ട്രോളിന്റെ കാര്യം പറഞ്ഞാൽ, ഞാൻ എൻ്റെ പേഴ്സണലി ട്രോളുകളുടെ ഒരു ആരാധകനാണ്. ട്രോളുകൾ ഉണ്ടാക്കുന്ന ആ ക്രിയേറ്റിവിറ്റിയെ ആരാധിക്കുന്ന അല്ലെങ്കിൽ അത് ആസ്വദിക്കുന്ന ഒരാളാണ്. പക്ഷെ ട്രോൾ എന്ന് പറയുന്നത് ഒരു ജനതയുടെ പ്രതികരണശേഷിയുടെ ഭാഗമായിട്ടാണ് ഈ ട്രോളുകളൊക്കെ വരുന്നത്. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് പ്രതികരിക്കാനായിട്ട് അത് ട്രോളുകളുടെ വലിയൊരു ശക്തിയാണ്. ഞാനിപ്പോൾ ഇന്ന് ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഞാൻ വരയ്ക്കുന്ന കാർട്ടൂൺ നാളെ രാവിലെ എൻ്റെ വായനക്കാരുടെ മുന്നിലേക്ക് എത്തുന്നുള്ളൂ. പക്ഷെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ് ആയിട്ട് പ്രതികരിക്കാനായിട്ട് ട്രോളുകൾ ഉണ്ടാക്കുന്നവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രോളുകൾ ഉണ്ടാക്കുന്ന ആ ഒരു ഇതിനെ മറികടക്കുന്ന ഒരു കാർട്ടൂൺ കൊടുക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ചലഞ്ചാണ്. തീർച്ചയായിട്ടും. ഇത് പറഞ്ഞപ്പോഴാണ് ഈ എപ്പോഴെങ്കിലും സീരിയസ് ചിത്രകല ചെയ്തു നോക്കിയിട്ടുണ്ടോ? അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് കാർട്ടൂൺ അല്ലാതെ ശരിക്കുമുള്ള ചിത്രകല ചെയ്തു നോക്കിയിട്ടുണ്ടോ? അത് എങ്ങനെയാണ് അതിന്റെ, അതോ അത് ഉപേക്ഷിച്ചിരിക്കുകയാണോ? അല്ല, കുട്ടിക്കാലത്ത് ഇപ്പൊ പിക്കാസോ പറയുന്ന ഒരു ഇതെന്താണെങ്കിൽ എല്ലാ കുട്ടികളും ചിത്രകാരന്മാരാണ്, വലുതാവുമ്പോൾ അവർ ചിത്രകാരന്മാരല്ലാതായി മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ മകൾ വരയ്ക്കുന്ന പോലെ എനിക്ക് വരയ്ക്കാനായിട്ട് സാധിക്കില്ല. കാരണം അവരുടെ ഇമാജിനേഷൻ അങ്ങനെയാണ്, ആ രീതിയിലാണ്. മകളല്ല, ആ പ്രായത്തിലുള്ള ഇപ്പോൾ കോട്ടൺ ഹിൽ സ്കൂളിൽ കുട്ടികൾക്ക് ചുമരുകൾ തുറന്നു കൊടുക്കും.
സ്വന്തം ക്ലാസ് റൂമുകൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ടുള്ള അവസരം കുട്ടികൾക്ക് തുറന്നു കൊടുത്തിരിക്കുകയാണ്. കുട്ടികളാണ് അവരുടെ ചുമരുകൾ മുഴുവൻ ചിത്രം. നമ്മൾ വീട്ടിൽ വരച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചുമരിൽ വരച്ചു കഴിഞ്ഞാൽ അതെ 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 അപ്പോൾ അമ്മമാരുടെ കയ്യിൽ നിന്ന് നല്ല കിട്ടും. പക്ഷെ അതല്ലാതെ അവിടെ നമുക്ക് ചുമരുകൾക്ക് അപ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. കാരണം കുട്ടികളുടെ ഭാവനയിലുണ്ടാവുന്ന നമ്മളൊന്നും വരയ്ക്കുന്ന പോലെയല്ല, ഒരു ആനയെ നമ്മൾ കാണുന്ന പോലെയല്ല കുട്ടികൾ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ രീതിയിൽ ഉള്ള കുട്ടികൾ നമ്മൾ വലുതാവുമ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഇനി ഞാൻ ഇങ്ങനെ കാർട്ടൂണുകളാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അല്ല, ഈ സീരിയസ് ചിത്രങ്ങൾ ഞാൻ വരച്ചിരുന്നു. പിന്നെ പക്ഷെ അതിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കോമിക് എലമെന്റ് ഉണ്ടായിരുന്നു. പിന്നീട് എല്ലാ സമയത്തും അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു വ്യക്തിയെ വരച്ചു കഴിഞ്ഞാൽ എവിടെയോ ഒരു വളവ് അതിനകത്ത് ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ ചിത്രകല ശാസ്ത്രീയമായിട്ട് പഠിക്കാത്ത ഒരാളാണ്. ചിത്രകലയോ പത്രപ്രവർത്തനമോ പിന്നെ ഒരു അക്കാഡമിയിലോ ചോദ്യം വരുന്നത്. കാരണം BSc ആണ് പഠിച്ചത്, അത് കഴിഞ്ഞിട്ട് LLB പഠിക്കുന്നത്. അതായത് സയൻസ് പഠിച്ച് വക്കീലാവാൻ പഠിക്കാൻ പോയ ഒരാള് ജേർണലിസം പഠിക്കാതെ, കാർട്ടൂൺ വരയ്ക്കാൻ പഠിക്കാതെ, അല്ലെങ്കിൽ വര പഠിക്കാതെ ഒരു പത്രം ഓഫീസിൽ കാർട്ടൂണിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു ഈ ഒരു മാറ്റത്തിന്, അല്ലെങ്കിൽ ഈ ഒരു സംഭവത്തിന് എങ്ങനെയാണ്? നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ചയാണ് അത്. അപ്പോൾ യൂണിവേഴ്സിറ്റി കലോത്സവങ്ങളിലും കോളേജിലും ഒക്കെ കാർട്ടൂണിസ്റ്റ് എന്ന ഒരു പേര് വരാൻ തുടങ്ങിയ സമയത്ത്, ആ സമയത്താണ് നമ്മൾ ഇതിനെ പറ്റിയിട്ട് ആലോചിക്കുന്നത്. പക്ഷെ അപ്പോഴും അത്തരമൊരു സാധ്യത കേരളത്തിൽ, കാരണം പുതിയൊരു കാർട്ടൂണിസ്റ്റിന് ഒരു പത്രസ്ഥാപനത്തിലേക്ക് നേരിട്ട് കാർട്ടൂണിസ്റ്റായിട്ട് ഫുൾ ടൈം കാർട്ടൂണിസ്റ്റായിട്ട് പ്രവർത്തിക്കാനുള്ള സാധ്യത കുറവായിരുന്നു കേരളത്തിൽ. ഒരു മുഴുവൻ സമയ ഉപജീവനം. അപ്പോൾ ആ സമയത്തുള്ള സ്വാഭാവികമായിട്ടും നമ്മൾ ആ സമയത്ത് മുതിർന്ന കാർട്ടൂണിസ്റ്റുകളൊക്കെ ആയിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. കാരണം യൂണിവേഴ്സിറ്റിയിലൊക്കെ സമ്മാനം കിട്ടുന്ന സമയത്തൊക്കെ അങ്ങനെയുണ്ട്. അപ്പോൾ അവരൊക്കെ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ വക്കീൽ പണി നല്ലതാണ്, അത് ചെയ്ത് പാർട്ട് ടൈമായിട്ട് കാർട്ടൂൺ വരയ്ക്കൂ എന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ എന്തോ ഒരു സമയത്ത് നമുക്ക് കൗമുദി പത്രത്തിൽ ആ സമയത്ത് ഒരു ഒഴിവ് വരികയും അവിടെ വരാനായിട്ട് സാധിക്കുകയും ചെയ്തു. അത് ആ സമയത്ത് വന്ന് നമ്മുടെ ആഗ്രഹത്തിന്റെ ഒരു തീവ്രത കൊണ്ടാവാം, നമ്മുടെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാവാം. ആ സമയത്തൊക്കെ ഞാൻ തൃശ്ശൂരുള്ള സായാഹ്ന പത്രങ്ങളിലൊക്കെ വരച്ചിരുന്നു. സീരിയസ് ആയിട്ട് കാർട്ടൂണിസ്റ്റായിട്ട് ജോലി ചെയ്യണം എന്നുള്ള ആഗ്രഹം വരുന്നതൊക്കെ ലോ കോളേജ് പഠനകാലത്ത് അതങ്ങനെ എത്തിപ്പെടാനായിട്ട് സാധിച്ചു എന്നുള്ളത് നമ്മുടെ ശ്രമത്തിന്റെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ മറ്റ് ഒരുപാട് ആരാധകരൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഒരുപക്ഷെ കോളേജിൽ. കാരണം വരയ്ക്കാൻ അറിയുന്നവരോട് നമുക്ക് എപ്പോഴും ഒരു ആരാധനയാണ്, ഇതിങ്ങനെ വരയ്ക്കാൻ സാധിക്കുന്നു എന്നുള്ളത്. അപ്പൊ ഒരുപാട് ആരാധകർ മാത്രമല്ല ശത്രുക്കളും ഉണ്ടായിരുന്നു. കാരണം നമ്മളിത് പല രീതിയിൽ രാഷ്ട്രീയത്തിനും സംഘടനയ്ക്ക് വേണ്ടിയിട്ടും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോ അത് സ്വാഭാവികമാണ്. അതെ അതെ. എന്തായാലും സുജിത്തേട്ടാ, നമുക്ക് അടുത്തൊരു വരയിലേക്ക് തന്നെ പോകാം. ആദ്യകാലത്ത് വരച്ചിരുന്നതായിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ട് ഇപ്പോഴത്തെ നമ്മുടെ കേരള മന്ത്രിസഭയിലുള്ള രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള ആളുകളെ അതിലാരെങ്കിലും ഒന്ന് വരയ്ക്കാം. ഇപ്പോൾ നമ്മൾ ഇതുവരെ മുൻ മുഖ്യമന്ത്രിമാരെയാണ് വരച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയെ കാർട്ടൂൺ എന്ന് പറയുന്നത് മറ്റൊരു സാധ്യത കൂടിയുണ്ട് കാർട്ടൂണിന്. ഇപ്പോൾ സംഗീതത്തിന് 7 സ്വരങ്ങൾ വെച്ചിട്ട് വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രാഗങ്ങൾ ഉണ്ടാക്കുന്ന പോലെ ഈ 3 വരകൾ ഉപയോഗിച്ചിട്ടാണ് ഏത് കാർട്ടൂണും ഉണ്ടാക്കുന്നത്. ഇപ്പോൾ നേരത്തെ ഞാൻ വരച്ച മുൻ മുഖ്യമന്ത്രിയെ ഈ വക്രരേഖകൾ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അത് ഏത് കുട്ടിക്കും വരയ്ക്കാൻ സാധിക്കുന്ന ഈ വരകൾ മാത്രം ഉപയോഗിച്ചാണ് ഈ ഇമേജ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായി മാറും. വരയ്ക്കാൻ ഏറ്റവും കഷ്ടപ്പാട് തോന്നിയിട്ടുള്ള ആരെയാണ്? ഇനി ഒരു ഇതിനിടയ്ക്ക് ഞങ്ങളിൽ ആരെങ്കിലും ഒരു കാർട്ടൂൺ പെട്ടെന്ന് വരയ്ക്കാൻ പറഞ്ഞാൽ അത് സാധ്യമായിരിക്കും? എങ്ങനെയാണ് അതിന്റെ? പൊതുവെ ഞാൻ ഇത്തരം ചോദ്യങ്ങളിൽ നിന്ന് വളരെ വിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറുന്നത് അതൊന്ന്. രണ്ടാമത്തേത്, ആളുകളുടെ മനസ്സിൽ ഈ ഇത്തരം ഇമേജുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഞാൻ എൻ്റെ അങ്കിളിനെ വരച്ചു കഴിഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. കാരണം എന്താണ്, എൻ്റെ അങ്കിൾ അത്ര ജനത്തിന്റെ മനസ്സിൽ എൻ്റെ അങ്കിൾ എങ്ങനെ ചിന്തിക്കുന്നു, ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നൊന്നും അറിയില്ല. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ലൈൻസ് കൊണ്ട് വളരെ ഫാസ്റ്റ് ആയിട്ട് അത്തരം ആളുകളെ വരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഏറ്റവും പ്രശ്നക്കാരനെ വരയ്ക്കാൻ ഏറ്റവും എളുപ്പമായിരിക്കും. അപ്പൊ ഏറ്റവും പ്രശ്നം അനുഭവിച്ച ആരെ വരയ്ക്കാനാണ്? ഈ ഒരു 15 വർഷത്തെ കാർട്ടൂൺ വര ജീവിതത്തിനിടയിൽ ഏറ്റവും പ്രശ്നം അനുഭവിച്ച, വരയ്ക്കാൻ പാടുപെട്ട സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അതിന് കാരണം
സിനിമാ താരങ്ങളെ കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ ഒരു വക്രീകരണമാണല്ലോ. ഇപ്പൊ ഞാനൊരു മുൻ മുഖ്യമന്ത്രിയുടെ മൂക്ക് ഞാൻ നീണ്ടു വരച്ചു. അദ്ദേഹത്തിന്റെ മൂക്ക് എങ്ങനെയൊന്നുമല്ല, പക്ഷേ അദ്ദേഹത്തിന്റെ മൂക്ക് എങ്ങനെ നീണ്ടതാണ്, അല്ലെങ്കിൽ മുടി കൃത്യമായിട്ട് ചീകി വെക്കാത്ത ഒരാളാണ് എന്നൊരു ഇമേജ് വായനക്കാരന്റെ മനസ്സിലുണ്ട്. ഇത് നമ്മൾ പ്രൊജക്ട് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. സിനിമാ താരങ്ങളുടെ കാര്യത്തിൽ ഇത്തരം ഒരു വക്രീകരണം വായനക്കാർ ഇഷ്ടപ്പെടുന്നില്ല. അവരെ എപ്പോഴും സുന്ദരന്മാരായിട്ടും സുന്ദരികളായിട്ടും കാണാനാണ് നമ്മുടെ. അപ്പൊ അവിടെ ഒരു പിന്നെ ഡിസ്റ്റോർഷൻ വരുമ്പോൾ ആളുകൾ അത് സ്വീകരിക്കണം എന്നില്ല. സിനിമാ താരങ്ങൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന സമയത്ത് വരയ്ക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. അവരെ നമുക്ക് സുന്ദരന്മാർ അല്ലെങ്കിൽ സ്ത്രീകൾ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ വരയ്ക്കാനായിട്ട് കൂടുതൽ ഡീറ്റെയിൽസ് വേണ്ടി വരും. അങ്ങനെ കഷ്ടപ്പെട്ട് വരച്ചൊരു സിനിമാ താരത്തെ വരച്ച് കാണിക്കാമോ? സിനിമാ താരത്തിനെ ഞാനിപ്പോ വരയ്ക്കുന്നില്ല. ഇതാണ് കാരണം. അത് സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളെ വരച്ചാലും അതാകുമ്പോ കുഴപ്പമില്ല, രാഷ്ട്രീയത്തിലുണ്ടല്ലോ. ഇത് ഈ ലൈൻസ് പക്ഷേ ഇപ്പോ KB ഗണേഷ് കുമാർ പണ്ട് രാഷ്ട്രീയത്തിൽ വന്ന സമയത്ത്, ഇപ്പൊ അദ്ദേഹം സജീവമല്ല, വന്ന സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടായിരുന്നു വരയ്ക്കാനായിട്ട്. പിന്നീട് കാർട്ടൂണിസ്റ്റുകൾ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഒരു ഇമേജ് അദ്ദേഹത്തിൻ്റെതായിട്ട് രൂപീകരിച്ച് നമ്മൾ അത് അതെ അത് ജനത്തിന്റെ മനസ്സിൽ രജിസ്റ്റർ ചെയ്യുന്നു. അപ്പോൾ ഓരോ ആളുകളും ഓരോ കാർട്ടൂണിസ്റ്റുകളും വരയ്ക്കുന്ന ഈ രീതി വ്യത്യസ്തമായിരിക്കും. പക്ഷേ ആളുകൾ അത് വിദഗ്ധമായിട്ട് തിരിച്ചറിയുകയും ചെയ്യും. കാർട്ടൂണിൽ ഇത് ഇദ്ദേഹത്തിനെയാണ് ഉദ്ദേശിച്ചത് എന്നുള്ളത്. അത് ഈ വരകളുടെ ഒരു പ്രശ്നമാണ്. ഇപ്പൊ ഇദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്ന് ഇപ്പോൾ വളരെ സജീവമല്ല, പക്ഷെ ഒരു കാലത്ത് കുറച്ച് കഴിഞ്ഞ മന്ത്രിസഭയുടെ കാലത്ത് ഉണ്ടായിരുന്ന സമയം മുടിയും മുഖത്തിന്റെ ചെറിയ ചില സൂചനകൾ നമ്മൾ കൊടുക്കുക മാത്രമാണ് അതിൽ ചെയ്യുന്നത്. ഈ കാർട്ടൂണിസ്റ്റുകളെല്ലാം ഇപ്പൊ നമ്മൾ കേരളത്തിലെ ഇതിൽ വർക്ക് ചെയ്യുന്ന മാധ്യമ പ്രവർത്തകരെല്ലാം തമ്മിൽ ഒരു കോർഡിനേഷൻ ഉണ്ടാവും. അതായത് നിങ്ങൾ ഇങ്ങനെ രൂപം വരയ്ക്കുമ്പോഴത്തേക്കും വേറൊന്ന് പുതിയതായിട്ട് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ആളുകൾക്ക് ക്യാച്ച് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അതെ, ഉമ്മൻചാണ്ടിക്ക് ഏകദേശം സിമിലാരിറ്റി ആയിട്ടുള്ള മുഖങ്ങൾ തന്നെയായിരിക്കും എല്ലാ പത്രങ്ങളിലും വരുന്നത്. അത് എങ്ങനെയാണ് ഇതിന്റെ ഒരു കോർഡിനേഷൻ ഉണ്ടാവുമോ? അത് കോർഡിനേഷൻ ഒന്നുമില്ല, നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് പോലെയാണ് അത്. ഓരോ ആളുകളുടെയും ഹാൻഡ് റൈറ്റിംഗ് ഒരേ സമയം വ്യത്യസ്തമാവുന്നത് പോലെ തന്നെ ഹാൻഡ് റൈറ്റിംഗ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. ഒരാളുടെ ചിത്രം അല്ലെങ്കിൽ ഒരു കൈയെഴുത്ത് നമുക്ക് അദ്ദേഹത്തിൻ്റെതാണെന്ന് നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ഒരു വ്യക്തിയെ 10 കാർട്ടൂണിസ്റ്റുകൾ വരച്ചാൽ ആ ചിത്രങ്ങൾ തമ്മിൽ വ്യത്യാസം ഉണ്ട് എന്നിരിക്കലും അത് ഇന്ന വ്യക്തിയാണ് ഉദ്ദേശിച്ചത് എന്ന് വായനക്കാരന് മനസ്സിലാവാനായിട്ട് സാധിക്കും. അത് നമ്മൾ ഈ സ്റ്റൈൽ എന്നുള്ളത് ഗ്രാജുവലി ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് പോലെ നമുക്കത് പതുക്കെ പതുക്കെ വരച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവോൾവ് ചെയ്ത് വന്നു. തീർച്ചയായിട്ടും. നേരത്തെ പറഞ്ഞു നിർത്തിയിടത്തുനിന്നനുസരിച്ചിട്ട് ഒരു ചോദ്യം ചോദിക്കാം. കാരണം ഈ ട്രോളുകളുടെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു. ഫേസ്ബുക്കിലാണ് നമ്മളിപ്പോൾ ഏറ്റവും കൂടുതൽ വാർത്തകൾ കാണുന്നത്. ഇപ്പോൾ പത്രസ്ഥാപനങ്ങൾ പോലും ട്വിറ്ററും ഫേസ്ബുക്കും വാട്സപ്പും നോക്കിയിട്ടാണ് വാർത്തകൾ കൊടുക്കുന്നത്. ആ ഒരു കാലത്ത് കാർട്ടൂണിന്റെ ഒരു ഭാവി, ഒരു കാർട്ടൂണിസ്റ്റ് എന്ന നിലയിൽ അതിനെപ്പറ്റി ഒരു ആശങ്കയുണ്ടോ? ആശങ്കയില്ല, പോസിറ്റീവാണ്. കാരണം ട്രോളുകൾക്കും അനിമേഷനും ഒന്നും ഇല്ലാത്തൊരു സാധ്യത കാർട്ടൂണിനുണ്ട്. ഇപ്പൊ ട്രോൾ എന്ന് പറയുന്നത്, ട്രോൾ നേരത്തെ പറഞ്ഞ ലക്ഷ്മൺ പറഞ്ഞ സംഭവമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ട്രോളുകൾ ഉണ്ടാവുന്നത്. ട്രോളുകളുടെയും കാർട്ടൂണുകളുടെയും ക്രിയേറ്റീവ് പ്രോസസ്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. കാരണം വായനക്കാരന്റെ മനസ്സിൽ ട്രോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സിനിമകളാണ്. വായനക്കാരന്റെ മനസ്സിൽ, കാണികളുടെ മനസ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സിനിമാ രംഗങ്ങളിലേക്ക് പുതിയ സാഹചര്യത്തെ, രാഷ്ട്രീയ സാമൂഹ്യ സാഹചര്യങ്ങളെ റിലേറ്റ് ചെയ്യാണ് ട്രോൾ ഉണ്ടാക്കുന്നവർ ചെയ്യുന്നത്. ഇത് തന്നെയാണ് നമ്മളും ചെയ്യുന്നത്. പക്ഷേ കാർട്ടൂണിൽ വേറൊരു സംഭവം എന്താണെങ്കിൽ വായനക്കാരന്റെ ഇൻവോൾവ്മെന്റും കൂടെ ഉണ്ട് ഇതിനകത്ത്. ട്രോൾ അവിടെ തുടങ്ങി അതിൽ അവസാനിക്കുകയാണ്. ആ സിനിമ കണ്ട് അല്ലെങ്കിൽ അത് കണ്ട് ആ തമാശ മനസ്സിലാക്കി നമ്മൾ അവസാനിക്കുന്നു. കാർട്ടൂണുകൾ ചലിക്കുന്ന ചിത്രമല്ല, അത് നിശ്ചല ചിത്രമാണ്. പക്ഷേ ആ ചിത്രം ഇപ്പോൾ A എന്ന ഒരു നേതാവ് B എന്ന നേതാവ് A എന്ന നേതാവിന് കുരിശാണ്. അപ്പൊ ഈ കുരിശ് എടുത്തിട്ട് അദ്ദേഹം പോകുന്നു, കുരിശിന്റെ വഴി എന്നാണ് ഉദാഹരണത്തിന് ഒരു കാർട്ടൂൺ പറയുകയാണ്. അങ്ങനെ പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഈ ചിത്രം മാത്രമല്ല വായനക്കാരന്റെ മനസ്സിലുള്ളത്. വായനക്കാരൻ ഇതിന് ശേഷം എന്ത് സംഭവിക്കുന്നു, കാർട്ടൂണിസ്റ്റ് വരയ്ക്കാത്ത ഒരു കാര്യത്തെ പറ്റിയിട്ട് വായനക്കാരൻ ചിന്തിക്കുകയാണ്. ഈ വായനക്കാരന്റെ ഇൻവോൾവ്മെന്റ് ട്രോളുകൾക്കോ അനിമേഷൻ ചിത്രങ്ങൾക്ക് പോലും നമുക്ക് എൻഷുർ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഇത് കാർട്ടൂണിന്റെ മാത്രം സാധ്യതയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇ പി ഉണ്ണിയുടെ ഒരു കാർട്ടൂൺ ഇപ്പോൾ സാന്ദർഭികമായിട്ട് ഓർമ്മ വരികയാണ്. പെട്രോളിയം മിനിസ്ട്രിയിൽ അഴിമതി നടക്കുന്ന സമയത്ത് കാർട്ടൂൺ എന്താണെങ്കിൽ ഒരു ഡോറിൽ ഒരു ചിലന്തി അതിന്റെ ഹാൻഡിലിൽ നിന്നിങ്ങനെ തൂങ്ങിക്കിടക്കുക. അവിടെ വാച്ച്മാൻ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം പെട്രോളിയം മിനിസ്ട്രി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വാച്ച്മാൻ പറയുന്ന കമന്റ് ഇതാണ്:
മിനിസ്ട്രി തീർച്ചയായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഫ്രണ്ട് ഡോർ മാത്രമാണ്. അതായത് ഫ്രണ്ട് ഡോർ കുറെ കാലമായിട്ട് ആരും തുറക്കാറില്ല. അതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വായനക്കാരന്റെ മനസ്സിൽ വരുന്ന ഇമേജ് എന്താണ്? എല്ലാ അവിടുത്തെ അഴിമതികളും നടക്കുന്നത് എവിടെയാണ്? ബാക്ക് ഡോറിലൂടെയാണ്. ഇത് കാർട്ടൂണിസ്റ്റ് വരച്ചിട്ടില്ല. അപ്പോൾ വരയ്ക്കാതെ ധ്വനിപ്പിച്ച ഒരു കാര്യം വായനക്കാരന്റെ മനസ്സിൽ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധ്യമാവുന്ന ഒരു കലയാണ്. തീർച്ചയായിട്ടും വായനക്കാരനും ചിത്രകാരനും അല്ലെങ്കിൽ കാർട്ടൂണിസ്റ്റും തമ്മിലുള്ള ഒരു അഭേദ്യമായ ബന്ധം, അല്ലെങ്കിൽ ഒരു മനോധർമ്മം, അത് തന്നെയാണ് ഇതിന്റെ അടിസ്ഥാനം. അവസാനമായി ഒരു ചോദ്യം കൂടെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയം. ഒരുപാട് ചോദ്യങ്ങളും വരകളും വരാനും കാണാനും ഉണ്ട്. എങ്കിൽ പോലും പുതുതായി കടന്നു വരുന്ന കാർട്ടൂണിസ്റ്റുകൾ, അവർക്ക് അല്ലെങ്കിൽ നിലവിലെ കാർട്ടൂണിസ്റ്റുകളോടും കാർട്ടൂണുകളോടും ടി.കെ. സുജിത്ത് എന്ന് പറയുന്ന കാർട്ടൂണിസ്റ്റിന് പറയാനുള്ളത് എന്താണ്? വെറും വരയോ ഫിലോസഫിയോ മാത്രം ഉണ്ടായതുകൊണ്ട് ഒരു കാർട്ടൂണിസ്റ്റ് ആവണമെന്നില്ല. ഒരു കാർട്ടൂണിൽ വര മുന്നിട്ട് നിന്നതുകൊണ്ടോ അല്ലെങ്കിൽ ആശയം മുന്നിട്ട് നിന്നതുകൊണ്ടോ അതിലെ ഹാസ്യം മുന്നിട്ട് നിന്നതുകൊണ്ടോ ഒന്നും അത് കാർട്ടൂൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നില്ല. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത കാർട്ടൂൺ പരാജയമാണ്. പിന്നെ അപ്പോൾ വായനക്കാരൻ്റെ മുന്നിലേക്ക് നമ്മൾ ഉദ്ദേശിച്ച ആശയം കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് കാർട്ടൂണിസ്റ്റിൻ്റെ. പിന്നെ വരയ്ക്കാനായിട്ട് ഏറ്റവും സന്തോഷമുള്ള ഒരു കാലമൊന്നുമല്ല നമ്മൾ കടന്നു പോകുന്നത്. വരച്ചു കഴിഞ്ഞാൽ കൈവിട്ടുകയും കാർട്ടൂണിസ്റ്റ് തന്നെ ഇല്ലാതെ, കാർട്ടൂണിസ്റ്റുകൾ അധികം സംസാരിക്കരുത്, കാർട്ടൂണിസ്റ്റുകൾ സംസാരിക്കുന്ന അധിക പ്രസംഗമാണെന്ന് പറയുന്ന അതാണ്, അങ്ങനെയാണ് പറയുക. കാരണം കാർട്ടൂണിസ്റ്റുകൾ ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരാണ്. പക്ഷെ കാർട്ടൂണിസ്റ്റുകൾ ഇനി സംസാരിക്കുകയേ ചെയ്യരുത് എന്ന് അധികാരികൾ തീരുമാനിക്കുന്ന ഒരു കാലത്താണ് കാർട്ടൂൺ വരച്ചതിന്റെ പേരിൽ ജയിലിൽ അടയ്ക്കപ്പെടുകയും വിലങ്ങ് വെക്കപ്പെടുകയും ഒക്കെ ചെയ്തൊരു കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, വിലങ്ങുകളും വിലക്കുകളും ഇല്ലാത്ത ഒരു കാലത്ത് ജനാധിപത്യം അതിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യം അതിന്റെ ഏറ്റവും പരമമായ പിന്നെ അന്തസ്സത്തയിൽ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്ത് മാത്രമേ ഇതുപോലെയുള്ള വിമർശ കലാരൂപങ്ങൾക്ക് നിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. നെഗറ്റീവ് ആർട്ടാണ് കാർട്ടൂൺ. ആരെ പറ്റി നല്ലത് പറയാൻ പറ്റാത്തതാണ്. ഇത് നിലനിൽക്കട്ടെ. തീർച്ചയായിട്ടും കാർട്ടൂണുകളും ഈ വരകളും എല്ലാ കാലത്തും നിലനിൽക്കട്ടെ. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. മഹാനായ ചാപ്ലിൻ പറഞ്ഞതുപോലെ മഴയത്ത് നടക്കാനാണ് എനിക്കിഷ്ടം, കാരണം ഞാൻ കരയുന്നത് ആരും കാണുന്നില്ല എന്ന് പറയുന്നത് പോലെയാണ് കാർട്ടൂണിസ്റ്റുകളുടെയും കാര്യം. നമ്മളെല്ലാവരും പാഠമാക്കേണ്ട ഒരു വാക്യം കൂടിയാണത്. നമുക്കൊക്കെ ചിരിച്ച് സന്തോഷിച്ച് നമ്മുടെ വിഷമങ്ങളൊക്കെ മറന്ന് നല്ല ദിവസങ്ങളിലൊക്കെ ചുവടുവെക്കാം. നമ്മുടെ സുദിനം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ വിശേഷങ്ങൾ അവസാനിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾക്ക് എഴുതി അയക്കുക. sudinam@gmail.com എന്ന മെയിൽ അഡ്രസ് നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എഴുതി അറിയിക്കുക. മറ്റൊരു സുദിനത്തിൽ മറ്റൊരു അതിഥിയുമായി കൂടുതൽ വിശേഷങ്ങളുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.